കുളവാഴകൾ നിറഞ്ഞ ഒഴുക്ക് നഷ്ടപ്പെട്ട് ചാഴൂർ പഞ്ചായത്തിലെ ചിറക്കൽ തോട് നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ 100ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. കരുവന്നൂർ പുഴയിൽ നിന്ന് തുടങ്ങി 5 തെങ്ങ് വരെയുള്ള 3 കിലോമീറ്ററോളം നീളം വരുന്ന തോടാണ് കുളവാഴ മൂടിക്കിടക്കുന്നത്. മഴ ശക്തമായതോടെ വീടുകളിലേക്ക് വെള്ളം കയറുമോ എന്ന ആശങ്കയിലാണ് പഞ്ചായത്തിലെ 8-ാം വാർഡിലെ 100 കണക്കിന് കുടുംബങ്ങൾ. ചിറക്കൽ മാട്ടുമ്മൽ, കോട്ടം മാട്ടുമ്മൽ റോഡുകളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. 6ഓളം കോൾ പാടശേഖരങ്ങളിൽ മഴക്കാലത്തുണ്ടാകുന്ന അധികജലം കരുവന്നൂർ പുഴയിലെത്തി കടലിലേക്ക് ഒഴുകിപ്പോകുന്നത് ഈ തോട്ടിലൂടെയാണ്. ഇവിടെ ഒഴുക്ക് തടസ്സപ്പെടുന്നതോടെ കോൾ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും. കൂടാതെ വൻ കൃഷിനാശമുണ്ടാകുമെന്നും സമീപവാസിയായ സുധീർ പറഞ്ഞു. എല്ലാ വർഷവും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ചണ്ടി വാരാറുണ്ട്. ചില വർഷങ്ങളിൽ വണ്ടില്ലാന്ന് പറഞ്ഞ് വാരാണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വെള്ളം റിട്ടേൺ ഒഴുകി പോകുന്ന ചാലാണ് ചിറക്കത്തോട്. ഈ ചിറക്കത്തോട്ടിൽ ചണ്ടി വളരെയധികം വർദ്ധിച്ച്, ഇതിന് മെയിൻ കാരണം ഈ ചണ്ടി വാരുമ്പോൾ ഒരു വർഷത്തേക്ക് വാരാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വാരി ഇവരിട്ട് പോകും. പിന്നെ ബാക്കിയുള്ളത് വളർന്ന് വീണ്ടും 3 മാസം കഴിയുമ്പോഴേക്കും ഈ പുഴ നിറയും. ഈ ചണ്ടി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒഴുക്ക് തടസ്സപ്പെടും. ഇവിടുത്തെ ജനങ്ങൾ കുളിക്കാനും ഈ പാത്രം കഴുകാനെല്ലാം ഈ പുഴയിലത്തെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഞങ്ങൾക്ക് സാധ്യമല്ല. പൈപ്പിലും വെള്ളമില്ല. കുടിക്കാൻ ഈ കിണറുകൾ ഈ ചണ്ടി ചീഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഈ എല്ലാ കിണറ്റിലെയും വെള്ളം മഞ്ഞ നിറത്തിലായിരിക്കുക. ചിറക്കൽ തോട് വൃത്തിയാക്കണമെന്ന പരാതിയുമായി നിരവധി തവണ ജലസേചന വകുപ്പ് അധികൃതരെ സമീപിച്ചെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് ഒഴിവാക്കിയെന്ന് വാർഡംഗം സുബി രഘു പറഞ്ഞു. ഇവിടെ എല്ലാ വർഷവും ചണ്ടി നീക്കം ചെയ്യാറുണ്ട്. പക്ഷേ ഈ വർഷം ചണ്ടി നീക്കം ചെയ്തില്ല. അപ്പോൾ മഴയ്ക്ക് മുന്നേ തന്നെ നമ്മൾ ഇവിടുത്തെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് അവർക്ക് ചെയ്യാനായിട്ടുള്ള ഫണ്ടില്ല എന്നാണ്. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള വീടുകൾ മാത്രമല്ല ഈ ഗ്രാമം മൊത്തത്തിൽ തന്നെ വെള്ളക്കെട്ടിലാവാണ്. പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഈ ചണ്ടി എത്രയും വേഗം നീക്കം ചെയ്യണം. പാടശേഖരങ്ങളിലേക്കും ഇത് കയറിയാൽ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. എത്രയും പെട്ടെന്ന് മേലധികാരികൾ ഇത് ഇടപെട്ട് ഒഴിവാക്കണമെന്ന്, ഇത് പ്രശ്നം പരിഹരിച്ചു തരണമെന്ന് പറയുന്നു. കുളവാടകൾ ചീഞ്ഞ് പ്രദേശത്താകെ ദുർഗന്ധം വ്യാപിച്ചിരിക്കുകയാണ്. കുടിവെള്ള സ്രോതസ്സുകളും മലിനമായി. ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. TCV തൃപ്രയാർ.